ഭൗതിക സുഖങ്ങളെല്ലാം ഇന്ന് സ്വന്തമാക്കാൻ താങ്കളുടെ കയ്യിൽ കാശുണ്ട്. പക്ഷേ സമാധാനം, സന്തോഷം അത് കാശ് കൊടുത്ത ചന്തയിൽ കിട്ടൂല. ഇല്ല. അതെങ്ങനെയാ ഡീൽ ചെയ്യുന്നത്? There'll be not much of a tension. എന്റെ ലൈഫിലും ടെൻഷൻ ഇല്ല. I've got a very beautiful family, very beautiful life. ദൈവത്തിനോട് നന്ദിയുള്ളൂ. ഡോക്ടർ CJ റോയുടെ സൂയിസൈഡ്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാനും അതേപോലെ നമ്മുടെ കുട്ടിക്കാലം മുതലേ ഐഡിയ സ്റ്റാർ സിംഗറും മറ്റു പല പ്രോഗ്രാമിലെ സ്പോൺസറും പല ചാരിറ്റികളും ചെയ്യുന്ന ഡോക്ടർ CJ റോയ് സൂയിസൈഡ് ചെയ്തപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ നെട്ടിത്തെരിച്ചിരിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യേണ്ട ഒരു മോട്ടീവ് എന്താണ്? അതായത് ലാസ്റ്റ് ഒരാഴ്ചയായിട്ട് ഇൻകം ടാക്സിൻ്റെ ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ പല റെയ്ഡും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് എല്ലാം നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെ ഈ ജീവിതത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു. ഞാൻ ജീവിതത്തെ സെലിബ്രേഷനായിട്ടാണ് ഓരോ ദിവസവും കാണുന്നതെന്നൊക്കെ പറഞ്ഞൊരു മനുഷ്യൻ ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു സ്പോട്ടിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പോകുന്നൊരു യാത്രയുണ്ട്. അതിൽ നമുക്ക് പെട്ടെന്നൊരു പ്രയാസം ചിലപ്പോൾ നാളെ വരാം, ചിലപ്പോൾ ഇന്ന് വരാം. ആ പ്രയാസം വരുന്ന ടൈം നമ്മുടെ മൈൻഡ് ചിലപ്പോൾ നോർമലായിരിക്കില്ല. നമ്മൾ ഭയങ്കരമായിട്ട് ഹൈപ്പറാവും, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാകാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരിക്കലും വികാരത്തോടു കൂടി ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. ആ നിമിഷം നമ്മൾ ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് ചിന്തിക്കുക, ഞാൻ ഇതെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക. അല്ലാതെ നമ്മൾ വികാരത്തോടു കൂടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതെപ്പോഴും റോങ് ഡിസിഷനായിട്ട് നമുക്ക് കാണാൻ കഴിയും. പകരം നമ്മൾ വിവേകത്തോടു കൂടി ഒരു തീരുമാനം എടുക്കുക, എന്നിട്ട് മുന്നോട്ട് പോകാം. ഈ ജീവിക്കുന്ന ഈ ഒരു ജീവിതം അത് നമുക്ക് നമ്മുടെ സൃഷ്ടാവ് തന്ന ഒരു അനുഗ്രഹം മാത്രമാണ്. അങ്ങനെ കാണണം. നമുക്കെടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തീർക്കാനോ നമുക്കൊരു അധികാരവും ഇല്ല. ഈ ശരീരത്തിലൂടെ ഓടുന്നതൊക്കെ നമ്മുടെ സൃഷ്ടാവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ ആരോഗ്യത്തിനൊക്കെ നന്ദി പറഞ്ഞ് ജീവിതത്തിൽ കിട്ടിയ സൗഭാഗ്യങ്ങളൊക്കെ നന്ദിയോടുകൂടി എന്താക്കുക, ജീവിതത്തിലെ പ്രയാസങ്ങൾ വരുമ്പോഴും സന്തോഷത്തോടു കൂടിയിട്ട് അതിനെ നേരിടാൻ നോക്കാം. ലൈഫ് ഓരോ ദിവസവും വേറൊരു രീതിയിലാണ്. ഇതും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ. അതുകൊണ്ട് ആ കുടുംബത്തിന് ശാന്തിയും സമാധാനവും നൽകട്ടെ. അതേപോലെ ജീവിതത്തിലെ പ്രയാസങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇൻസ്റ്റൻ്റായ ഒരു തീരുമാനം എടുക്കുന്നതിന് പകരം ഒന്ന് പോസ് ചെയ്ത് വീണ്ടും മുന്നേറുക.